പാറശാല താലൂക്ക് ആശുപത്രിയിൽ കെ.എസ്.ഇ.ബി താൽക്കാലിക ജീവനക്കാരൻ ചികിത്സ കിട്ടാതെ മരിച്ചു എന്ന സഹപ്രവർത്തകരുടെ പരാതിയിൽ പോലീസ് കേസെടുത്തു. ജോലിക്കിടെ കുഴഞ്ഞു വീണ സന്തോഷിനെ ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ കാഷ്വാലിറ്റിയിൽ ആവശ്യത്തിന് ഡോക്ടർമാരോ നഴ്സുമാരോ ഇല്ലായിരുന്നുവെന്നാണ് പരാതിയിൽ പറയുന്നത്. ഓക്സിജൻ നൽകാൻ പോലും ആളില്ലായിരുന്നെന്നും ഓക്സിജൻ സിലിണ്ടർ പ്രവർത്തിപ്പിക്കാൻ ജീവനക്കാർക്ക് അറിയില്ലായിരുന്നു എന്നുമാണ് ആരോപണം. വിവരങ്ങളുമായി സനിസ ശോഭ ചന്ദ്രൻ ചേരുന്നു. സനിസ, എന്താണ് ഉണ്ടായത്? സനീഷ്, ഇപ്പോൾ ഞാനുള്ളത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് മോർച്ചറിക്ക് മുന്നിലാണ്. ഇപ്പോൾ സന്തോഷിൻ്റെ മൃതദേഹം ഇവിടെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വീട്ടിലേക്ക് വിട്ടു നൽകുകയായിരുന്നു. ഇന്നലെ ഉച്ചയോടെയാണ് പാറശാല താലൂക്ക് ആശുപത്രിയിൽ കുഴഞ്ഞു വീണതിനെ തുടർന്ന് സന്തോഷിനെ എത്തിച്ചത്. തുടർന്ന് പ്രാഥമിക ചികിത്സ പോലും സന്തോഷിന് ലഭിച്ചില്ല എന്നാണ് സുഹൃത്തുക്കളും കുടുംബവും ആരോപിക്കുന്നത്. ഓക്സിജൻ സിലിണ്ടർ അടക്കം പ്രവർത്തിപ്പിക്കാൻ കഴിയാത്ത ആളുകളായിരുന്നു അവിടെ ജീവനക്കാരായിട്ടുള്ളത് എന്നും ഇവർ ആരോപിക്കുന്നുണ്ട്. കൂടാതെ ഓക്സിജൻ അടക്കം നൽകിയില്ല, പ്രാഥമിക ചികിത്സ നൽകിയില്ല. അങ്ങനെയാണ് സന്തോഷ് മരണത്തിലേക്ക് പോയത് എന്നാണ് കുടുംബത്തിന്റെ ആരോപണം. CPR ഈ കുഴഞ്ഞു വീണപ്പോൾ തന്നെ സന്തോഷിന് സഹപ്രവർത്തകർ CPR നൽകിയിരുന്നു. അങ്ങനെയാണ് ആശുപത്രിയിൽ എത്തിച്ചത്. അപ്പോഴും ജീവൻ ഉണ്ടായിരുന്നു. എന്നാൽ ആശുപത്രിയിൽ എത്തിക്കുമ്പോഴേക്കും ഇയാൾക്ക് ജീവൻ നഷ്ടപ്പെടുകയായിരുന്നു. പ്രാഥമിക ചികിത്സ നൽകാത്തതിനെ തുടർന്നാണ് ജീവൻ നഷ്ടപ്പെട്ടത് എന്നാണ് ഇപ്പോൾ കുടുംബാംഗങ്ങളടക്കം വ്യക്തമാക്കുന്നത്. ഇപ്പോൾ സന്തോഷിന്റെ സഹോദരൻ കൂടിയായിട്ടുള്ള അജിത്ത് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. അജിത്ത്, എന്താണ് സംഭവിച്ചത്? ഇന്നലെ അദ്ദേഹം കെ.എസ്.ഇ.ബിയുടെ കോൺട്രാക്ട് ബേസിൽ ജോലിക്ക് പോയതാണ്. അപ്പോൾ ജോലി ചെയ്യുന്ന സമയത്ത് ഒരു 3:30 ആ 3:30 ആയപ്പോൾ അദ്ദേഹം ചെറുതായിട്ട് ബോധം കണ്ട് വീഴുതായിരുന്നു. അപ്പോൾ കൂടെ ഉണ്ട് എൻ്റെ സഹോദരനൊക്കെ ഉണ്ടായിരുന്നു. അവർ ഹോസ്പിറ്റലിൽ പാറശാല പെട്ടെന്ന് എത്തിക്കാൻ പറ്റിയത് പാറശാല ഹോസ്പിറ്റലാണ്. അവിടെ കൊണ്ടുപോയപ്പോൾ അവിടെ ഡോക്ടറും 2-3 നേഴ്സുമാരുണ്ടായിരുന്നു. അവർ കൃത്യസമയത്ത് ട്രീറ്റ്മെൻറ്റ് കൊടുത്തിട്ടില്ല. അവർക്ക് ഓക്സിജൻ ഫിറ്റ് ചെയ്യാൻ അറിയില്ല. ഇഞ്ചക്ഷൻ എടുത്തപ്പോൾ കൈ വിറയ്ക്കുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ സംഭവിച്ചിട്ടുണ്ട്. കറക്റ്റ് സമയത്ത് എൻ്റെ ജ്യേഷ്ഠന് ട്രീറ്റ്മെൻറ്റ് കിട്ടിയിട്ടില്ല. അങ്ങനെയാണ് അദ്ദേഹം മരണപ്പെട്ടത്. ഒരു കണക്കിന് അവർക്ക് കൊന്നതാണ്. അവർ ആംബുലൻസിന് വിളിക്കാൻ പറയും, നമ്മൾ വേറെ എവിടെയെങ്കിലും കൊണ്ടുപോകാം. ആ സമയത്ത് ആംബുലൻസ് പരിസരത്ത് ആംബുലൻസ് ഇല്ലെന്നാണ് പറയണേ. അപ്പോൾ നമ്മൾ അന്വേഷിച്ചപ്പോൾ ആംബുലൻസും ഉണ്ടായിരുന്നു. അങ്ങനെ അവർ മനഃപൂർവ്വം സംഭവിച്ചതാണ്. ഒരു ഭാര്യയും ഒരു കുഞ്ഞു മാത്രമാണ് ഉള്ളത്. നമുക്ക് സഹിക്കാൻ പറ്റില്ല. അദ്ദേഹത്തിൻ്റെ നമ്മളെ കൂടെ പുറപ്പാട്. ഈ ആശുപത്രി അധികൃതർ പറയുന്നത് അവർ ചികിത്സ നൽകി എന്നാണ്. നിങ്ങൾക്ക് അതിലെന്താണ് ആരോപണം ഉള്ളത്? മാഡം, ഞാൻ ഇന്നലെ അറിഞ്ഞ ഒരു അരമണിക്കൂറിനകത്ത് ആ ഹോസ്പിറ്റലിൽ ഞാൻ എത്തിയപ്പോൾ അവിടെ പോയി ഓക്സിജൻ്റെ പ്രവർത്തനം കാര്യക്ഷമമല്ല. അവൻ്റെ പല ഉപകരണങ്ങളുടെയും ഈ വയറുകൾ തന്നെ ഈ എലി മുറിച്ച് പറിച്ചിട്ടിരിക്കുന്ന അവസ്ഥയിലായിരുന്നു നമ്മൾ കണ്ടത്. പഴയ ഒരു 2 മാസം മുമ്പ് എന്തോ ഉദ്ഘാടനം ചെയ്ത ഹോസ്പിറ്റലാണ്. പക്ഷേ അവിടുത്തെ ഉപകരണങ്ങളൊന്നും വർക്കിംഗ് കണ്ടീഷൻ ആയിരുന്നില്ല. പോലീസുകാരെ മുമ്പേ വെച്ച് തന്നെ നമ്മളൊക്കെ പ്രവർത്തിച്ച് കാണിച്ചു തരാൻ പറഞ്ഞപ്പോൾ അവർ തൊട്ടപ്പോൾ ശരിയായില്ല. ആ സമയത്ത് തന്നെ അവരുടെ ഭാഗത്തുനിന്ന് മിസ്റ്റേക്ക് ഉണ്ടായെന്ന് എല്ലാവർക്കും മനസ്സിലായ കാര്യമാണ്. അപ്പോൾ നമ്മൾ ഇന്നലെ അവിടെ പ്രതിഷേധമൊക്കെ നടത്തി. നമ്മൾ ആവശ്യം എന്ന് പറയുമ്പോൾ എന്തിനാണ് അങ്ങനെ ഒരു ആശുപത്രി ഇവിടെ വച്ചുകൊണ്ടിരിക്കുന്നത്? നമുക്ക് കറക്റ്റ് സമയത്ത് എൻ്റെ സഹോദരൻ കറക്റ്റ് ചികിത്സ കിട്ടിയിരുന്നെങ്കിൽ അദ്ദേഹം ഇപ്പോഴും ജീവിച്ചിരിക്കും. ഈ അവസ്ഥയിൽ അദ്ദേഹം കിടക്കില്ലായിരുന്നു. പ്രാഥമിക ചികിത്സ നൽകാൻ പോലും അവിടെ ആളില്ലെന്നാണ്. ആളില്ല. ഡോക്ടർ അവിടെ ഒരു ഡോക്ടറും 2-3 നേഴ്സും ഉണ്ട്. ആ നേഴ്സുമാർക്കാണെങ്കിൽ അവിടെ ഒന്നും ചെയ്യാൻ അറിയില്ല. ആ ഡോക്ടർ മാത്രം ചികിത്സ നടത്താൻ വേണ്ടി ശ്രമം നടത്തി. അവർ തന്നെ ഓക്സിജൻ ഓണാക്കാൻ ഓടുന്നു, കുറ്റിയെടുക്കാൻ ഓടുന്നു, പിന്നെ ഓക്സിജൻ വയ്ക്കുന്നു, അതെല്ലാം അങ്ങ് ചെയ്യുന്നു. പക്ഷേ ആ നേഴ്സുമാരെല്ലാം നോക്കുകുത്തിയായിട്ട് നോക്കിയിരിക്കുകയാണ്. അവരെന്തോ ഒരു സ്വിച്ച് മാറി. ആ ഡോക്ടർ പറഞ്ഞ് എന്തോ ഒരു ഓക്സിജൻ എന്തോ സ്വിച്ച് അത് ഇടാൻ പറഞ്ഞു. അപ്പോൾ ആ സ്വിച്ച് ഇട്ട് അവർ മാറിപ്പോയി. അവർ അങ്ങോട്ടും ഇങ്ങോട്ട് തർക്കങ്ങളായിരുന്നു. പിന്നെ അങ്ങനെ 15 മിനിറ്റോളം അങ്ങോട്ടും ഇങ്ങോട്ട് അതല്ല അങ്ങനെയല്ല ഇങ്ങനെയാണെന്ന് പറഞ്ഞ് അവിടെ തർക്കമായിരുന്നു. പോലീസ് കേസെടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ആവശ്യം എന്തൊക്കെയാണ്? നമ്മൾ ആവശ്യം എന്ന് പറയുമ്പോൾ അതിന് എന്താണ് അവിടെ സംഭവിച്ചത്, അതിൻ്റെ കുറ്റക്കാർക്ക് നിയമ നടപടി ചെയ്യണം. പിന്നെ ആ സന്തോഷ് കുമാറിൻ്റെ കുടുംബത്തിന് കാര്യമായിട്ടുള്ള ഒരു സംവിധാനം സർക്കാർ തലത്തിൽ ചെയ്യണം. പിന്നെ നമുക്ക് നീതി ലഭിക്കണം മേഡം. അദ്ദേഹം മരണപ്പെടില്ലായിരുന്നു. കൂടെ ഉണ്ടായിരുന്നവർ പറഞ്ഞതാണ്. അവർ മരണത്തിലോട്ട് ഉള്ള അവസ്ഥയിലായിരുന്നില്ല. അദ്ദേഹത്തിന് ബ്രീത്തിങ് എല്ലാം ഉണ്ടായിരുന്നു. അവിടെ കൊണ്ടുപോയതിനു ശേഷം ഓക്സിജൻ എടുത്ത് വെച്ചു. അതിൻ്റെ കണക്ഷൻ ഒന്നും കൊടുത്തില്ല. അങ്ങനെ കുഴഞ്ഞു വീണപ്പോൾ തന്നെ CPR നൽകിയിരുന്നു. അവർ CPR നൽകി തന്നെ 2 മിനിറ്റിനകത്ത് ഹോസ്പിറ്റലിൽ എത്തിച്ചു. അവിടെ പാറശാല ഹോസ്പിറ്റലിൻ്റെ അടുത്ത് തന്നെയാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അവിടെ എത്തിച്ചു. അവിടെ എത്തിയിട്ട് അവർ സമയത്തിന് CPR കൊടുത്ത് കൊണ്ടുപോയി. എന്നിട്ട് ഹോസ്പിറ്റലിനകത്ത് കയറ്റി. അതിനകത്ത് വെട്ടോ ഇല്ല, വെളിച്ചമില്ല, ഒന്നുമില്ലായിരുന്നു. വെറുതെ ഒരു അടച്ചിട്ട റൂം അടക്കം പോലെയാണ് അവിടെ. ആ ഒരു അവസ്ഥയിലായിരുന്നു അവിടെ ഹോസ്പിറ്റലിൽ. നമുക്ക് നീതി കിട്ടിയേ പറ്റുള്ളൂ. എന്താണ് അവിടെ സംഭവിച്ചതെന്നാൽ ജനങ്ങൾക്കും എനിക്കും നമ്മുടെ നാട്ടുകാർക്കും എല്ലാം അറിയണം. അദ്ദേഹത്തിനെ കൊന്നതാണ് മേഡം. എല്ലാവരും കൂടെ എൻ്റെ സഹോദരനെ കൊന്നതാണ്.
അതേ, അത്തരത്തിൽ ഗുരുതരമായ ആരോപണമാണ് പാറശാല താലൂക്ക് ആശുപത്രിക്കെതിരെ ഇപ്പോൾ കുടുംബാംഗങ്ങൾ ഉന്നയിക്കുന്നത്. സനീഷ്, ഈ ചികിത്സ ഉറപ്പുവരുത്തിയില്ല, ഓക്സിജൻ സിലിണ്ടർ അടക്കം പ്രവർത്തിപ്പിക്കാൻ കഴിയാത്ത ജീവനക്കാരാണ് അവിടെ ഉള്ളത് എന്നതടക്കമുള്ള ഗുരുതരമായ ആരോപണങ്ങളാണ്. തന്റെ സഹോദരന് നീതി ലഭിക്കണമെന്നാണ് അജിത്ത് അടക്കമുള്ളവർ വ്യക്തമാക്കുന്നത്. വലിയ തരത്തിലുള്ള ഒരു ഗുരുതരമായ വീഴ്ച, അതിൽ എന്ത് നടപടി എടുക്കുമെന്നാണ് ഇനിയിപ്പോൾ നോക്കേണ്ടത്. ചികിത്സ കിട്ടാതെ ഒരാളിപ്പോൾ വീണ്ടും ഒരു ചികിത്സാ വീഴ്ചയിൽ ഒരാളുടെ ജീവൻ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അമ്പൂരി സ്വദേശിയാണ്, വളരെ പാവപ്പെട്ട ഒരു കുടുംബത്തിൽ നിന്നുമുള്ള വ്യക്തിയാണ്, ഭാര്യയും കുഞ്ഞുമുണ്ട്. KCB താൽക്കാലിക ജീവനക്കാരനാണ്. കുഴഞ്ഞു വീണപ്പോൾ തന്നെ CPR അടക്കം കൊടുത്തിരുന്നു. ജീവനോടെയാണ് പാറശാല താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചത്. എന്നാൽ അവിടെ നിന്ന് സംഭവിച്ച കാര്യങ്ങളൊക്കെയാണ് അല്പസമയം മുൻപ് സന്തോഷിന്റെ സഹോദരൻ വ്യക്തമാക്കിയത്. പ്രാഥമിക ചികിത്സ പോലും ലഭിച്ചില്ലെന്നാണ് പറയുന്നത്. പ്രാഥമിക ചികിത്സ ലഭിച്ചിരുന്നെങ്കിൽ തന്റെ സഹോദരന് ജീവൻ ഉണ്ടാകുമായിരുന്നു. കൂടാതെ ആംബുലൻസ് സൗകര്യം ഉണ്ടായിരുന്നില്ല. മറ്റൊരിടത്തേക്ക് മെഡിക്കൽ കോളേജിൽ എത്തിക്കാൻ പോലും ആ ഒരു സമയത്ത് കഴിഞ്ഞില്ല. ആശുപത്രിയിൽ വെളിച്ചമില്ലായിരുന്നു. വേണ്ട ഉപകരണങ്ങളൊക്കെ എലി കടിച്ച നിലയിലാണെന്നടക്കമുള്ള ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണമാണ് ഉന്നയിച്ചത്. നമുക്കറിയാം, അമ്പൂരി പോലെയുള്ള സ്ഥലങ്ങളിൽ ഏറ്റവും അടുത്ത ആശുപത്രി അത് പാറശാല താലൂക്ക് ആശുപത്രി പോലെയുള്ള ആശുപത്രിയാണ്. അവിടെ അവസ്ഥ ഇതാണെങ്കിൽ എങ്ങനെയാണ് ഇവരൊക്കെ അവരുടെ ജീവൻ നിലനിർത്തുക? ഒരു പെട്ടെന്നൊരു അപായം സംഭവിച്ചാൽ എങ്ങനെയാണ് ജീവൻ രക്ഷിക്കുക എന്ന ചോദ്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. ഇപ്പോൾ സന്തോഷിന്റെ മൃതദേഹം വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. ആദ്യം കാട്ടാക്കട KCB ഓഫീസിന് മുന്നിൽ സന്തോഷിന്റെ മൃതദേഹം പൊതുദർശനത്തിന് വെക്കും. ശേഷമായിരിക്കും വീട്ടിലേക്ക് കൊണ്ടുപോകുക. വീട്ടിലും ശക്തമായ പ്രതിഷേധം ഉണ്ടാകുമെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. ഇന്നലെയും ആശുപത്രിയിൽ സന്തോഷിന്റെ സഹപ്രവർത്തകർ പ്രതിഷേധം നടത്തിയിരുന്നു. ചികിത്സ കിട്ടാതെയാണ് മരിച്ചത് എന്നതിൽ ഉറച്ചു നിൽക്കുകയാണ് കുടുംബാംഗങ്ങളും അതുപോലെ തന്നെ സഹപ്രവർത്തകരും. കേസ് നൽകിയിട്ടുണ്ട്. ഇപ്പോൾ പാറശാല പോലീസ് കേസെടുത്തിട്ടുണ്ട്, അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഈ തെറ്റ് ചെയ്ത അധികൃതർക്കെതിരെ, ഈ വീഴ്ച ചെയ്ത അധികൃതർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കണം. ഇനി ഒരാൾക്കും ഈ ഗതി വരരുത് എന്നാണ് കുടുംബാംഗങ്ങൾ വ്യക്തമാക്കുന്നത്. വളരെ വേദനാജനകമായ ഒരു കാഴ്ച. ചികിത്സ കിട്ടാതെ ഒരാൾ മരണപ്പെടുകയാണ്, അതും ഒരു കുടുംബത്തിന്റെ അത്താണിയായിട്ടുള്ള ഒരാൾ. വലിയ തരത്തിലുള്ള ആരോപണങ്ങളാണ് ഈ ഒരു ഘട്ടത്തിൽ പാറശാല താലൂക്ക് ആശുപത്രിക്ക് എതിരെ വരുന്നത്. ഇപ്പോൾ മൃതദേഹം ആംബുലൻസിലേക്ക് കയറ്റി അല്പസമയത്തിനകം മൃതദേഹം ഇവിടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് മോർച്ചറിയിൽ നിന്നും കൊണ്ടുപോകും. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അടക്കം പുറത്തു വരേണ്ടതുണ്ട്. എങ്ങനെയാണ് മരണം സംഭവിച്ചതെന്നടക്കമുള്ള കാര്യങ്ങൾ പുറത്തു വരേണ്ടതായിട്ടുണ്ട്. കുഴഞ്ഞു വീണതിനെ തുടർന്ന് CPR നൽകിയിരുന്നു. ജീവൻ ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് ഈ കൂടെ പോയ സുഹൃത്തുക്കൾ പറയുന്നത്. പക്ഷേ ആശുപത്രി അധികൃതർ പറയുന്നത് ചികിത്സ ഉറപ്പാക്കിയിരുന്നു എന്നാണ്. പക്ഷേ കൂടെ പോയവർ പറയുന്ന കാര്യങ്ങളൊക്കെ ഞെട്ടിപ്പിക്കുന്നതാണ്. നഴ്സ് ഇഞ്ചക്ഷൻ വെക്കുമ്പോൾ കൈവിറക്കുന്ന അവസ്ഥയായിരുന്നു. ഓക്സിജൻ സിലിണ്ടറിന്റെ ഒരു സ്വിച്ച് ഇടാൻ പറഞ്ഞപ്പോൾ അത് തെറ്റായി ഇട്ടു. കൂടാതെ അവിടുത്തെ വയറുകളൊക്കെ, ഉപകരണങ്ങളുടെ പല ജീവൻ രക്ഷാ ഉപകരണങ്ങളുടെ വയറുകൾ എലി കടിച്ച അവസ്ഥയിലായിരുന്നു. എലി കടിച്ച് കരണ്ട അവസ്ഥയിലായിരുന്നു. ആശുപത്രിയിൽ വെളിച്ചം ഉണ്ടായിരുന്നില്ല തുടങ്ങിയ ഒരു താലൂക്ക് ആശുപത്രിയിൽ എന്തൊക്കെ നടക്കാൻ പാടില്ല അതൊക്കെ വിവരിച്ചുകൊണ്ടാണ് സഹോദരൻ നമുക്ക് പ്രതികരണം നൽകിയത്. വളരെ വേദനാജനകമായ ഒരു കാഴ്ചയാണ് സനീഷ് നടന്നിട്ടുള്ളത്. ഇപ്പോൾ ആംബുലൻസ് പുറപ്പെടും. സനീഷ്, ആംബുലൻസ് ആ ചെറുപ്പക്കാരൻ്റെ മൃതദേഹവും വഹിച്ചുകൊണ്ട് വീട്ടിലേക്ക് പുറപ്പെടുകയാണ്. അങ്ങേയറ്റം സങ്കടകരമായ കാര്യങ്ങളാണ് ആ മരിച്ച ആളിൻ്റെ സഹോദരൻ നേരത്തെ നമ്മളോട് സംസാരിച്ചത്, സനിസയോട് സംസാരിച്ചത്. പാറശാല താലൂക്ക് ആശുപത്രിയിൽ ജീവനോടെ എത്തിച്ചേർന്ന അദ്ദേഹത്തെ നേരാംവണ്ണം ചികിത്സ കിട്ടിയിരുന്നെങ്കിൽ രക്ഷപ്പെടുത്തിയെടുക്കാമായിരുന്നു. ഇങ്ങനെ മൃതദേഹമായിട്ട് വീട്ടിലേക്ക് മടങ്ങേണ്ടുന്ന നിലയിൽ ആ ഒരു സങ്കടകരമായ സാഹചര്യം ഉണ്ടാവുമായിരുന്നില്ല എന്നാണ് സഹോദരൻ അല്പം മുമ്പ് പറഞ്ഞത്. പാറശാല താലൂക്ക് ആശുപത്രിയിൽ ജീവനക്കാരുണ്ടായിരുന്നില്ല. ചെന്നപ്പോൾ അവർക്ക് ഉള്ള ആളുകൾക്കാണെങ്കിൽ ഈ ജീവൻ രക്ഷാ ഉപകരണങ്ങൾ മതിയായ വിധത്തിൽ പ്രവർത്തിപ്പിക്കാനുള്ള ശേഷിയൊന്നും അറിവുള്ള ആളുകളായിരുന്നില്ല. തീരെ ആളില്ലാത്ത ഒരു സാഹചര്യമായിരുന്നു. ഓക്സിജൻ നൽകാൻ പോലും ആളുണ്ടായിരുന്നില്ല എന്നാണ് അവർ പരാതിപ്പെടുന്നത്. ആ മേഖലയിലെ ഒരു പ്രധാനപ്പെട്ട എല്ലാവരും ആ പ്രദേശത്തെ, വലിയൊരു പ്രദേശത്തെ ആളുകൾ ഡിപ്പെൻഡ് ചെയ്യുന്നൊരു ആശുപത്രിയാണ് ഈ പാറശാലയിലെ താലൂക്ക് ആശുപത്രി. അവിടെ ഇങ്ങനെ ഒരു അടിയന്തര സാഹചര്യത്തിൽ ഓടിച്ചെന്നപ്പോൾ അവിടെ വേണ്ട മതിയായ ആശുപത്രി ജീവനക്കാരും ഡോക്ടർമാരും ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവരുടെ വീഴ്ച മൂലമാണ് ഈ മരണം സംഭവിച്ചത് എന്ന ദുഃഖകരമായ കാര്യമാണ് വീട്ടുകാർ പറയുന്നത്.